പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളൊക്കെ ഓണം മൂടിലാണ്. ഇതേ മൊത്തം ഒരു ഓണ ചന്തയിലാണെന്ന് പറയാൻ ഞാനിപ്പോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു തന്നെ അങ്ങ് പോവാണ്. കാണം വിൽക്കണം ഇക്കുറി ഓണം ഉണ്ണാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശരിക്കും പറയുകയാണെങ്കിലേ നമ്മളൊക്കെ ഒരു ഓണം മൂടി തന്നെയാണ്. കേരളം ഒന്നാകെ ഓണം മൂടി തന്നെയാണ്. ഓണക്കോടി ഉടുത്തും ഓണസദ്യ ഉണ്ടും തിരുവോണമൊക്കെ ഗംഭീരമാക്കാൻ നമ്മളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഈ ഓണം കളറാക്കാൻ അവസാനവട്ട ഒരുക്കങ്ങളിൽ മലയാളി ഓടുമ്പോഴും സദ്യവട്ടത്തിലുള്ള സാധനങ്ങൾ ഒരുക്കാനൊക്കെ ഇച്ചിരി വില കൂടും കേട്ടോ. തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ ഞായറാഴ്ചയായി ഇന്ന് മാർക്കറ്റുകളിലൊക്കെ വമ്പൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ മലയാളിക്ക് താങ്ങാനാവുന്നതാണോ ഇത്തവണത്തെ ഓണ വിപണി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സ്വപ്നങ്ങളിലെ ഓണപ്പൊലിമയെ തകർക്കുന്നതാണോ വിപണിയിലെ വിലക്കയറ്റം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കാര്യം. ഇപ്പൊ നമുക്ക് വിപണിയിലെ ഓരോ വസ്തുക്കളുടെയും വില എങ്ങനെയാണ്, ആളുകളൊക്കെ ഉണ്ടോ, ഇറങ്ങി തുടങ്ങി. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരുവോണത്തിനന്ന് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്രാടപ്പാച്ചിലുണ്ടാകും. പക്ഷെ അതിന് മുൻപ് ഈ അച്ചാർ ഐറ്റമും കാര്യങ്ങളൊക്കെ വീടുകളിലൊക്കെ ഈ സമയത്തെ സെറ്റാക്കി തുടങ്ങും നമ്മുടെ അമ്മമാരൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട്, എല്ലാ ജില്ലകളിലും ഞാൻ പോകുന്നില്ല, പക്ഷെ മെയിനായിട്ട് കുറച്ച് ജില്ലകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ഒന്ന് പോവാം, ഏതുവരെ എത്തി അവിടുത്തെ ഓണക്കാഴ്ചകൾ, ഓണ വിപണി എന്നൊക്കെ ഒന്ന് അറിയണം. പിന്നെ മാത്രമല്ല ഏറ്റവും പ്രധാനം ഇതിന്റെ ഒക്കെ വില എത്രയാണെന്ന് അറിയണ്ടേ, താങ്ങാൻ പറ്റുന്ന രീതിയിലാണോ വില എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പോകുന്നത് തിരുവനന്തപുരം ചാല മാർക്കറ്റിലേക്കാണ്. അവിടെ നിന്ന് ദേവനുണ്ട്. എറണാകുളത്തേക്ക് പോയാൽ നമ്മുടെ സൈഫുനീസ ചേരും. പാളയം കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് സനീറ്റയുണ്ട്. ഇടുക്കി നാലുപേരുണ്ട്. എല്ലാവരും നമ്മുടെ സ്ക്രീനിൽ നിറഞ്ഞിട്ടുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് തുടങ്ങാം, തെക്ക് നിന്ന് തുടങ്ങിയേക്കാം. ദേവൻ, ഗുഡ് ഈവനിങ്. ഈ ഓണത്തിന് ഇനിയിപ്പോ കൃത്യം ഇന്നേക്ക് 4-ാം ദിവസം നമ്മളൊക്കെ ഈ സമയത്ത് സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു ഏമ്പക്കൊക്കെ വിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ ഇന്ന് തന്നെ എന്റെ മാർക്കറ്റിലെ ചാല മാർക്കറ്റിലെ കാഴ്ച ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ടോ പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട്. മറ്റൊന്ന്, അത്യാവശ്യം വില കൂടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്ര കണ്ട് വില കൂടിയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാലും സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വിലയുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. എന്താ ചാല മാർക്കറ്റിൽ ഈ സായാഹ്നത്തിലെ കാഴ്ച? ഗുഡ് ഈവനിങ് സേതു. പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഈ ചാല മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഈ വഴികളിലൂടെ നമ്മുടെ സ്വന്തം കാറ് ഇതുവഴി പോകുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ന് ഇതിലേക്കൂടെ വണ്ടി പോയിട്ട് മനുഷ്യർക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല, അത്രയധികം തിരക്കായിട്ടുണ്ട് ചാല മാർക്കറ്റിൽ. ഈ പറയുന്ന പോലെ തന്നെ ഓണത്തിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയാണ്. ഈ സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടുകളിലൊക്കെ തന്നെ ഈ അച്ചാറിന്റെ പണികളൊക്കെ തന്നെ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അവസാന ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. കുറെ ആളുകളൊക്കെ തന്നെ ഈ കുടുംബമായിട്ട് തന്നെ ഇവിടെ വന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി കൊണ്ടുപോയി വീടുകളിലേക്ക് പോയി ഈ പറയുന്ന അച്ചാറിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളെല്ലാം തന്നെ പ്രവൃത്തി ദിവസമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി തയ്യാറെടുപ്പുകൾ അത് വേഗത്തിൽ പൂർത്തിയാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഒരു മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും ഇന്നൊരു അധികം തിരക്ക് അനുഭവപ്പെടുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ അച്ചാറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ നമുക്ക് നിൽക്കുന്നത് ചാല മാർക്കറ്റിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കടയിലാണ്. അവിടെ ഈ അച്ചാറിന് വേണ്ടിയിട്ടുള്ള നാരങ്ങയും മാങ്ങയും നെല്ലിക്കയും അടക്കം മാത്രം വിൽക്കുന്ന ഒരു കടയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കാര്യം ആദ്യം ഒന്ന് അറിഞ്ഞിട്ട് ബാക്കി മറ്റ് ഈ വിപണിയിലുള്ള മറ്റ് പച്ചക്കറി വസ്തുക്കളുടെ എല്ലാം തന്നെ ഒരു കാര്യം ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? ഇപ്പോൾ ഓണമായി തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലായിട്ട് ഈ പച്ചക്കറി വാങ്ങാൻ കൂട്ടത്തിൽ വരുമ്പോഴത്തേക്കും അച്ചാറിനുള്ള സാധനങ്ങൾ കൂടി വാങ്ങി പോകും. അതിനുള്ള സമയമാണിത്. അപ്പം ഒരു തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയോ? ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് വലിയ തിരക്കില്ല. ഇനി നാളെ മറ്റന്നാൾ നല്ല തിരക്കായിരിക്കും. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയ തിരക്കുണ്ട്. ഇതിന് മുമ്പുള്ള ഞായറാഴ്ചയെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിലേക്ക് ഒരു ഉത്രാടപ്പാച്ചിലിന്റെ ദിവസങ്ങളായി, അപ്പോൾ കുറച്ചുകൂടെ തിരക്ക് കൂടും. 2 ദിവസം നല്ല തിരക്കായിരിക്കും. എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു വില നിലവാരമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം പൊതുവെ എല്ലാത്തിനും ഒരു വില കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആൾക്കാർക്കൊരു ഓണം, നമ്മൾ എങ്ങനെയൊക്കെയാലും ഓണം ആഘോഷിക്കും, അത് വേറൊരു കാര്യം. എന്നാലും ഈ വില വിവരം ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഇതിപ്പോ 70 രൂപ ഉള്ളു കിലോയ്ക്ക്. 70 രൂപ. നമ്മുടെ കരുനാരങ്ങയാണ് അല്ലേ, നമ്മുടെ വലിയ നാരങ്ങ. അത് 70 രൂപ ഇപ്പോഴുള്ളൂ. 70 രൂപ. അതൊന്നും ഈ മാങ്ങാണെങ്കിൽ 70 രൂപ. മാങ്ങ അത് തന്നെ കിലോ 70 രൂപ. നെല്ലിക്ക വരുമ്പോഴത്തേക്കും 50 രൂപ, 1 കിലോ 50 രൂപ. ഈ മാങ്ങ നാരങ്ങയൊക്കെ നമുക്ക് പ്രധാനമായിട്ട് എവിടുന്ന് ഇപ്പൊ വരുന്നത് കൂടുതലായിട്ട്? ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ. തമിഴ്നാട്ടിൽ നിന്ന് എത്തി നമ്മളിവിടെ.
അപ്പം കറിനാരങ്ങ, മാങ്ങ, നെല്ലിക്ക അടക്കമുള്ള നമ്മൾ അച്ചാറിടുന്ന വസ്തുക്കളുടെ എല്ലാം തന്നെ ഒരു 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 വില നിലവാരമാണ് നമ്മൾ അറിഞ്ഞത്. ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, മലയാളികൾ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിലും ഒക്കെ തന്നെയാണ് പച്ചക്കറികളും ഒപ്പം തന്നെ നമ്മുടെ അരി ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം തന്നെ എത്തുന്നത്. അതുപോലെ തന്നെ ഈ മാങ്ങയും കറിനാരങ്ങയും എല്ലാം തന്നെ ഇത്തവണയും അവിടെ തന്നെയാണ് കൂടുതലായിട്ട് എത്തുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളികളാണ്, നമുക്ക് ഓണം ആഘോഷിച്ചേ പറ്റും. അതുകൊണ്ട് ഇനിയിപ്പം എത്ര വില കൂടി നിന്നാലും ശരി, അത് നമ്മൾ എന്തായാലും സാധനങ്ങളൊക്കെ തന്നെ എത്തി വാങ്ങിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ചാല മാർക്കറ്റിൽ ഒരു കുടുംബം നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഓണം പർച്ചേസിംഗിന് ഇറങ്ങിയാണോ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ വിലയൊക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ഓണത്തെക്കാളും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടോ, അതോ കൂടുതലാണോ? കുഴപ്പമില്ല. കഴിഞ്ഞ അതെ അധികം അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. ഇല്ല 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 ഇല്ല. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മുണ്ടുമുറുക്കി കൊടുക്കണ്ട ഇത്ര ഓണം. അതെ അതെ അതെ. സന്തോഷമായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ തന്നെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഓണം ഒരുക്കി തന്നെ നമുക്ക് ഓണം ആഘോഷിക്കാം. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ചിപ്സിനുള്ളതാണോ? ചിപ്സിനുള്ളതല്ല, നമ്മൾ അവിയലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഈ ചാല മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് പല കടകളിലും അങ്ങനെ വിൽക്കും. ഇപ്പം നമ്മൾ നേരത്തെ അച്ചാറിനുള്ള കരുനാരങ്ങയും നെല്ലിക്കയും മാങ്ങ അടക്കമുള്ള വസ്തുക്കൾ കണ്ട പോലെ തന്നെ നമ്മൾ അവിയലിലും അപ്പം തന്നെ ഉപ്പേരിക്കൊക്കെ എടുക്കുന്ന നമ്മുടെ പച്ചക്ക, അത് നമുക്ക് ഇത് കണക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഈ മറ്റ് കടകളിൽ അത് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉള്ള കടകളും ഉണ്ട്. അവിടെ നമുക്ക് കുറച്ചുകൂടി വില കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ, നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ വസ്തുക്കളെല്ലാം തന്നെ വാങ്ങി പോകാം. ഓണം പർച്ചേസ് ആണോ അതോ സ്വാഭാവികമായിട്ടുള്ള ഡെയിലി ഉള്ള ഇതാണോ? അതെ, ഓണം പർച്ചേസ് തന്നെയാണ്. എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്? ജാസ്തിയാണ്. ഇത്തവണ അപ്പം വലിയ കഷ്ടപ്പാടായിരിക്കും, മുണ്ടുമുറുക്കി കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ തന്നെയാണ്. അച്ചാറിന്റെ ഒരുക്കമൊക്കെ പൂർത്തിയായോ? എല്ലാം വാങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആളുകൾ കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് എത്തുന്നു. ഇപ്പം ആദ്യഘട്ടത്തിൽ ഈ അച്ചാറിന്റെ ഒക്കെ തന്നെ ഒരുക്കങ്ങളാണ്. അതിനുശേഷം ഉത്രാടപ്പാച്ചിലിന് അന്ന് നമ്മൾ ഒരുപക്ഷെ ചാല മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോലും സ്വതന്ത്രമായിട്ട് നിന്നുകൊണ്ട് ഇവിടെ അടുക്കാൻ പറ്റാത്ത കാഴ്ചയായിരിക്കും ദേവൻ അവിടെ. പിന്നെ നമ്മൾ എപ്പോഴും പറയില്ലേ, കാണാൻ വെച്ചും മലയാളി ഓണം ഉണ്ടെന്ന്. ഇനിയിപ്പോ എത്ര വില കൂടുകയാണെങ്കിലും നമ്മൾ സാധനം വാങ്ങിക്കും. നമുക്ക് വിഭവസമൃദ്ധമായിട്ട് ഓണം ഉണ്ണണം, അങ്ങനെ ഒരെണ്ണം. ദേവൻ പോവരുത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ ഓണാഘോഷം? അത് നമുക്ക് എല്ലാ തവണത്തെയും പോലെ തന്നെ ഒരു കുറവുമില്ല. ഇത്തവണയും വളരെ ഗംഭീരമായിട്ട് തന്നെ ഓണാഘോഷം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പം രാവിലെ നമ്മുടെ അത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് എല്ലാവരും കൂടി സദ്യ എല്ലാം തന്നെ കഴിച്ചു. ഇപ്പം ഉച്ചയ്ക്ക് ശേഷം അവിടെ ചെറിയ കായിക മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത്. നമുക്ക് ഓണാഘോഷമുണ്ട്. സദ്യക്ക് നമുക്ക് 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു, ബോളി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാരുടെ പ്രധാന ഐറ്റം ആണല്ലോ ബോളി. അപ്പൊ നമുക്ക് ബോളി ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്കൊരു സദ്യ നമുക്ക് പറ്റത്തില്ല. അതെ, അതുകൊണ്ട് ബോളി ഉൾപ്പെടെ നമ്മള് കുറച്ചൊക്കെ അവിടുത്തെ ഓണാഘോഷത്തിന്റെ കുറച്ച് ഗ്ലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചാല മാർക്കറ്റിലെ കാഴ്ചകളാണ് ദേവൻ നമുക്ക് കാണിച്ചു തന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇന്നിങ്ങനെ ഒരു ശാന്തമായിട്ട് നിൽക്കുന്ന ചാല മാർക്കറ്റ് കാണാൻ പറ്റി. പക്ഷെ നമ്മൾ ഉത്രാടപ്പാച്ചിലിനൊക്കെ പോയാൽ അതിനകത്തോട്ട് കയറാൻ പോലും പറ്റൂല. അമ്മാതിരി തിരക്കായിരിക്കും ചാലയിൽ. തിരുവനന്തപുരത്തുള്ള എനിക്ക് തോന്നുന്നു സിറ്റിയിലുള്ള എല്ലാവരും ചാലയിൽ തന്നെ ആയിരിക്കും സാധനം വാങ്ങിക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാം കിട്ടുമല്ലോ, എല്ലാം ഒരു കുടക്കീഴിലാണ്. ചാലയിൽ പോയാൽ പൂ വാങ്ങിക്കാം, പച്ചക്കറി വാങ്ങിക്കാം, പലവ്യഞ്ജനം വാങ്ങിക്കാം, സ്വർണ്ണം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വർണ്ണം വാങ്ങാം, വെള്ളി വാങ്ങുന്നവർക്ക് വെള്ളി വാങ്ങാം, എന്തിന് എല്ലാം ഡ്രസ്സ് വാങ്ങാം, എല്ലാ സാധനവും അതിനകത്തുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഭീകര തിരക്കായിരിക്കും. ഇനി